നമ്മളിലേക്ക് വചനം തരാൻ സ്വർഗം സമയാസമയങ്ങളിൽ ആൾക്കാരെ അയക്കും. നമ്മൾ എന്തോ ഒരു ധ്യാനമല്ലേ. തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അങ്ങനെ തന്നെ എന്തെങ്കിലും പഞ്ഞമുണ്ടോ? ഇല്ല. ചിലപ്പോൾ നമ്മൾ കുറച്ച് അഭിഷേകദാനം, വരൾച്ചാ ധ്യാനം, പിന്നെ ആ ധ്യാനം, പേരില്ലാത്ത ധ്യാനങ്ങളുണ്ട്. എന്തോ ഒരു ധ്യാനങ്ങളല്ലേ നമുക്ക്. എന്തുകൊണ്ടാണ് ഈ ധ്യാനത്തിലൂടെ എനിക്ക് ലഭിക്കുന്ന ദൂതിന് ഞാൻ യെസ് പറയാത്തത് കൊണ്ടാണ് വീണ്ടും ആരെ അയച്ചുകൊണ്ടിരിക്കുന്നത്? മറിയം എന്ത് പറഞ്ഞു? അടുത്ത വചനം വായിക്ക്. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് പറഞ്ഞു. പിന്നെ ദൂതൻ വന്നതായിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്? പരിശുദ്ധ അമ്മയുടെ കാര്യം വചനത്തിൽ പറയുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ദൂതൻ സ്വർഗീയ സന്ദേശവുമായി അമ്മയുടെ അടുക്കൽ വന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അമ്മ എന്താ പറഞ്ഞു ദൂതനോട്? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ ഭവിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ദൈവം ഇതാണ് എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ദൈവം തരുന്ന ദൈവിക ദൂതുകളോട് ഞാൻ എപ്പോൾ മുഴുഹൃദയത്തോടെ യെസ് എന്ന് പറയുന്നു, അപ്പോഴാണ് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാവുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഈ വചനം നമ്മൾ പറയപ്പെടും. എന്താണ്? ഇതാ കർത്താവിന്റെ ദാസി. കർത്താവിന്റെ മാലാഖയ്ക്കും പറയും, പറഞ്ഞോ പറയാതെയോ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കടത്തിവിടും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ വചനം മാംസം ധരിച്ചിട്ടില്ല. പരിശുദ്ധ അമ്മയെ പരിശുദ്ധ സഭ എങ്ങനെയാ വിശേഷിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി. സ്വർഗം ഒറ്റ ദൂതേ പറഞ്ഞുള്ളൂ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നസ്രത്തിലെ കന്യക ചുമ്മാ തേരാപ്പാര നടന്നപ്പോഴാണോ മാലാഖ വന്നത്? ആണോ? അമ്മ എവിടെയായിരുന്നു? ദേവാലയത്ത് ചുമ്മാ നടക്കുമെന്ന് എല്ലാരെയും കണ്ട് വർത്തമാനം പറഞ്ഞ് നടക്കുമായിരുന്നാണോ? അല്ല, അമ്മ പ്രാർത്ഥനയിലായിരുന്നു. അല്ലെ? പരിശുദ്ധ അമ്മയുടെ ജീവിതത്തില് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? അമ്മ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. അല്ലെ? അമ്മ അതുകൊണ്ടാണ് അലഞ്ഞു നടന്ന ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് ആരെ? ശിഷ്യന്മാരെ കൂട്ടിയിരുത്തി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അപ്പൊ പരിശുദ്ധ അമ്മ നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. എന്തുകൊണ്ട്? അമ്മയിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവ്. നമ്മൾ ഈ മണിക്കൂർ ചിന്തിക്കുക, പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചാണ് നമ്മൾ ഈ സമയത്ത് ചിന്തിക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ പരിശുദ്ധ അമ്മ ശിഷ്യരെ എങ്ങനെ പഠിപ്പിച്ചു? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അമ്മ വചനം പറയാൻ പഠിപ്പിച്ചോ? ഇല്ല. അമ്മ എന്ത് ചെയ്യാൻ പഠിപ്പിച്ചു? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അപ്പൊ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ ചെന്ന് കർത്താവെ അമ്മയുടെ ഉടമ്പടി എടുത്തിട്ട് എന്ത് പറയണം? കർത്താവിന്റെ കുടിമാറണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്? അല്ല, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണം. അതിനു വേണ്ടിയാണ് അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ പരിശുദ്ധ അമ്മയോട് പറയേണ്ടത്. അപ്പൊ അമ്മ ശിഷ്യന്മാരെ കൂട്ടിയിരുത്തിയിരിക്കുകയാണ്. അമ്മയിൽ ആരുണ്ടെന്ന് പറഞ്ഞു? പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് റോമ 8-ാം അധ്യായം 25, 26 വചനങ്ങൾ, 26, 27 വചനങ്ങൾ എടുക്ക്. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. അടുത്ത വചനം, നമുക്ക് അറിഞ്ഞുകൂടാ. വചനം പറഞ്ഞു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണോ? വചനം എന്ത് പറഞ്ഞു? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്കൊക്കെ ഒരു ബോധ്യമുണ്ട്. എന്തുകൊണ്ട്? എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാം. അവിടെയാണ് വചനം പ്രവർത്തിക്കാത്തത്. കർത്താവിന്റെ വചനം പറയാണ്, നമ്മുടെ ബലഹീനതയിൽ ആര് നമ്മളെ സഹായിക്കും? പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ കർത്താവിനോട് ആദ്യം പറയുന്ന കാര്യം എന്താണെന്നറിയാം? കർത്താവെ, എനിക്ക് അറിയില്ലെന്ന, എനിക്ക് വചനം പറയാൻ അറിയില്ല കേട്ടോ, പ്രാർത്ഥിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ, ഈ കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല എന്നാണ് ആദ്യം നീ ആരോട് പറയേണ്ടത്? കർത്താവിനോട്. കർത്താവിനോട് നമ്മൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ വാക്ക് എന്താണ്? എനിക്ക് അറിയില്ല, എനിക്കറിയില്ല. യോഹന്നാൻ സുവിശേഷം 21:15 ഓർമ്മയുണ്ടോ? അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ അവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. അവൻ എന്ത് പറഞ്ഞു? കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് നീ അറിയുന്നല്ലോ. യേശു എന്ത് പറഞ്ഞു? തൃപ്തിയായോ? എന്റെ ആടുകളെ മേയ്ക്കുക. ഈശോ തൃപ്തിയായോ? ഇല്ല. അടുത്ത പ്രാവശ്യം ഈശോ വീണ്ടും ചോദിച്ചു. 2-ാം പ്രാവശ്യവും അവൻ ചോദിച്ചു. അപ്പൊ 1-ാം പ്രാവശ്യം ഈശോക്ക് തൃപ്തിയായിട്ടെങ്കിൽ ഈശോ ചോദിക്കുവോ?
തൃപ്തിയായിട്ടില്ല. പന്തക്കുസ്ത തിരുനാളിന് ശേഷമല്ല, അതിന് മുമ്പാണ് ഇക്കാര്യം അല്ലെ. അപ്പോൾ ഈശോയ്ക്ക് തൃപ്തിയായിട്ടല്ലോ. ഈശോ പറഞ്ഞു, വീണ്ടും ചോദിച്ചു, യോനാണ് പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അപ്പോൾ അടുത്ത വചനം വായിക്കൂ. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ വീണ്ടും 3-ാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പൊ പത്രോസിന്റെ മറുപടിയിൽ ഈശോ തൃപ്തനായിരുന്നോ? ഇല്ല. 3-ാം പ്രാവശ്യം ഈശോ ചോദിച്ചപ്പോ സങ്കടമായി ആർക്ക്? അപ്പോൾ എന്റെ കർത്താവിന്റെ മുൻപില് ഇന്ന് ആൻമരിയ ഈശോനോട് ചോദിക്കണം, ആൻമരിയ, നിനക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? വിശുദ്ധികൾ ജീവിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ എന്ത് പറയണം? കർത്താവേ, എനിക്ക് അറിയത്തില്ല. ആർക്കറിയാം? നിനക്ക്. ഈശോയ്ക്ക് അറിയാമെന്ന് പറഞ്ഞാലേ എനിക്ക് വഴി വരുവുള്ളൂ. മനസ്സിലാക്കണം. എൻ്റെ ജീവിതത്തിൽ ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, ഈശോ നിനക്കറിയാം, എനിക്കെന്തില്ല, എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? എനിക്കറിയാം. നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ആയിക്കൊള്ളട്ടെ, എനിക്കറിയാം. എൻ്റെ അറിവല്ല ആർക്കേ അറിയത്തുള്ളൂ? സ്വർഗത്തിനെ അറിയത്തുള്ളൂ. ഇനി ഇവിടെ ഒരു അടയാളം വെച്ചിട്ട് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിലേക്ക് ഒന്ന് ഓടിപ്പോക്കെ. അസ്ഥികളുടെ താഴ്വര അല്ലെ, വചനം എടുത്തോ. എസെക്കിയേൽ 37, അതിന് അവിടെ 1-ാമത്തെ വചനം വായിച്ചു. കർത്താവിന്റെ കരം എന്റെ മേൽ വന്നു. അടുത്ത വചനം, അവിടുന്ന് തന്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ എസെക്കിയേലിൽ ആരുണ്ട്? ആത്മാവുണ്ട്. തന്നെ പോയതാണോ? അല്ല, തന്നെ പോയതല്ല. അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ അവിടുന്ന് എന്നെ കൊണ്ടുപോയി നിർത്തി. അടുത്ത വചനം വായിച്ചു. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. മൊത്തം നടന്ന് കണ്ടോളാൻ പറഞ്ഞു. ആര്? ആത്മാവ്. നടന്നു കണ്ടോളാൻ പറഞ്ഞു. അടുത്ത വചനം, അവ വളരെയേറെ ഉണ്ടായിരുന്നു. അവ എങ്ങനെ ഇരുന്നു? അവ ഉണങ്ങി വരണ്ടിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ഒരു ചോദ്യമാണ്. ആര്? കർത്താവ് ആരോട് ചോദിച്ചു? എസെക്കിയേലിനോട് ചോദിച്ചു. എസെക്കിയേലിൽ ആരുണ്ട്? ആത്മാവിന്റെ കൃപ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നോട്ട് നോക്കുമ്പോൾ കാണാം, എസെക്കിയേൽ അനേകം പ്രവചനങ്ങൾ നടത്തിയ വ്യക്തിയാണ് അല്ലെ, അത്ഭുതങ്ങൾ ചെയ്ത വ്യക്തിയാണ്. എസെക്കിയേലിനെ ദൈവം തെരഞ്ഞെടുത്ത് കൊണ്ടു നടന്ന വ്യക്തിയാണ്. നാളെ ഇതിന് ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഇതെല്ലാം ചെയ്ത ഈ എസെക്കിയേലിന് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്തരം കൊടുക്കാൻ മേലെ, എന്താ എസെക്കിയേൽ പറഞ്ഞു? വായിക്കുക. ദൈവമായ കർത്താവെ, അങ്ങേക്ക് അറിയാം. നോർമലി നമ്മൾ ബുദ്ധിയിൽ എന്ത് പറയും? ഇത് ജീവിക്കാൻ പറ്റിയരെന്ന് പറയും. ഇല്ലെങ്കിൽ എന്ത് പറയാം? കർത്താവെ, ചിലപ്പോൾ ഈ വചനം, കാരണം വചനം ഭക്ഷിച്ച ആളാണ് ആര്? എസെക്കിയേൽ. ഈ വചനം പ്രയോഗിച്ചാൽ ചിലപ്പം ഇവര് എഴുന്നേറ്റ് വെക്കും അല്ലെ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. എന്തു പറഞ്ഞു? നിനക്കറിയാലോ. അപ്പൊ നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആരെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും? കർത്താവിനെ ഏൽപ്പിച്ചു. കർത്താവ്, നിനക്കറിയാം, എനിക്കറിയത്തില്ല. നാളെ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണെന്ന് എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇതെല്ലാം വരച്ച് നാളെ വൈകുന്നേരം 4 മണിക്ക് ചെന്നിട്ട് കഞ്ഞി തീയലിടണം, പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാക്കണം. നിങ്ങൾ വരച്ച് വെച്ചിരിക്കുക. പക്ഷെ ദൈവത്തിനാ അറിയത്തുള്ളൂ. എനിക്ക് അവിടെ വരെ എത്താൻ പറ്റുമോ? നമുക്കറിയത്തില്ല. നാളെ പ്രഭാതമുണ്ടോ? നമുക്കറിയത്തില്ല. ഇപ്പൊ നമ്മൾ എല്ലാം ആളുടെ കയ്യിലോട്ട് വിട്ടുകൊടുക്കുവാണ്. ഈശോയുടെ കയ്യിൽ, പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് എല്ലാം ഏൽപ്പിച്ചു. വഴിയില്ല, ആർക്കില്ല? എനിക്ക് വഴിയില്ല, പിന്നെ ആർക്കും ഉള്ളൂ? കർത്താവ്. യോഹന്നാൻ 14:6 പറ. ഞാനാണ് വഴിയും സത്യവും ജീവനും. അപ്പൊ എനിക്ക് വഴിയുണ്ടോ? എനിക്കൊരു വഴിയുണ്ട്. ആരുടെ വഴി? ഈശോയുടെ വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വഴി തരുന്ന ആരാ? ഈശോയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ കർത്താവിനൊരു ഉത്തരവായിരിക്കും ഞാൻ ആരോട് പറയുന്നത്? ഈശോയോട്. ഞാനൊരു വഴി ആരോടും ഈശോട് പറയില്ല. പിന്നെ ആർക്ക് പറയും? ഈശോട് പറയും. ഈശോയെ, എനിക്കറിയത്തില്ല, പിന്നെ ആർക്കറിയാം? നിനക്കറിയാം. പത്രോസും പറഞ്ഞു, കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് അറിയാം. എസെക്കിയേൽ പറഞ്ഞു, ദൈവമായ കർത്താവെ, അങ്ങേക്ക് അറിയാലോ. അങ്ങേക്കറിയാം, എനിക്ക് പക്ഷെ അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ അടുത്ത വചനത്തിലോട്ട് വരാം. ഇപ്പോൾ വചനം പൗലോസ് പറയുകയാണ്, നമ്മുടെ ബലഹീനതയിൽ. വായിക്ക്, റോമ 8:26 വായിക്ക്.
നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. അടുത്ത വചനം, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നിനക്കറിയത്തില്ല, ആത്മാവ് നിന്നെ സഹായിക്കും. അങ്ങനെ പറയണം. കേട്ടോ കേട്ടോ. അപ്പൊ ഇനി നാളെ അത് എനിക്ക് വന്നിട്ടോ ഞാൻ ചെയ്തോളാം, ഇല്ല. ഏത് വ്യക്തിയും വചനം പറയാൻ നിന്നാലും കൗൺസിലിംഗിൽ നിന്നാലും അവർക്ക് വല്ലതും അറിയാവോ? ഇല്ല. പിന്നെ ആർക്കേ അറിയത്തുള്ളൂ? പരിശുദ്ധാത്മാവിനാണ് പ്രിയപ്പെട്ടത്. നമുക്ക് ബുദ്ധിയിലുള്ള വചന ശുശ്രൂഷയല്ല വേണ്ടേ, പിന്നെ എങ്ങനെയുള്ള ശുശ്രൂഷ വേണ്ടേ? ആത്മാവിലുള്ള വചന ശുശ്രൂഷ. നമുക്ക് വേണ്ട കുറെ കാര്യങ്ങൾ എഴുതി വെച്ച് ഇതെല്ലാം പറയാം. അനോയിന്റിങ് ഉണ്ടാവുമോ? ഇല്ല. പരിശുദ്ധാത്മാവാണ് നമ്മളിലൂടെ സംസാരിക്കേണ്ടത്. അപ്പോൾ ആത്മാവ് നമ്മളെ നയിക്കും. സത്യത്തിൽ ഈ ടോക്ക് എടുക്കാനായിട്ട് എനിക്ക് പറ്റിയല്ല, എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. നിങ്ങളോട് ഞാൻ റിസ്റ്റ് തരാമെന്ന് പറഞ്ഞത് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്കൊരു ഇച്ചിരി ചെസ്റ്റ് പെയിൻ പോലെയായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഞാൻ വിഷമിക്കുമായിരുന്നു. അപ്പം മുക്കാട്ടച്ഛനോട് ടോക്ക് ചോദിക്കാം എന്ന് ഒക്കെ പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിന് വെച്ചാൽ ഒരു 5 മിനിറ്റ് ഒരു പാട്ട് പാടി സഹായിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ നമ്മൾ ആ വചനം പറഞ്ഞ് പാടി പ്രാർത്ഥിച്ചില്ലേ? ഇപ്പം എന്നെ കണ്ട വല്ല ക്ഷീണം തോന്നുന്നുണ്ടോ? ഇല്ല. പരിശുദ്ധാത്മാവ് എനിക്കൊരു ശക്തി തോന്നി. എനിക്ക് പറ്റില്ല, എനിക്ക് എന്ന് ടോക്ക് എടുക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് 1/2 മണിക്കൂർ എനിക്ക് റെസ്റ്റ് തന്നത് തന്നെ. അത്രയും പറ്റിയില്ലായിരുന്നു. പക്ഷെ ആ പാട്ടിലൂടെ, ആ സ്തുതിപ്പിലൂടെ ആര് നമ്മളിൽ നിറഞ്ഞു? പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അതുകൊണ്ടാണ് സ്വരം ഉയർത്തിപ്പം ഞാൻ വചനം പറയുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കും. ആത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്. ഞാൻ നിങ്ങളോട് പലരോടും പറഞ്ഞിട്ടുണ്ട്. ഒരു മോറിയ ധ്യാനകേന്ദ്രത്തിലെ കഥ പറഞ്ഞത് ഓർമ്മയുണ്ടോ? പറഞ്ഞാലും ഒന്നും ഓർക്കലാത്തോണ്ടൊരു എന്തോ ഒരു സമാധാനമാണെന്ന് ചോദിച്ചാ പ്രത്യേകമായി മിടുക്കരാണ്. പറഞ്ഞില്ല അല്ലെ? ഇവിടെയല്ല, വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ ഓർക്കുന്നൊരു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യ നാളുകളിൽ ദാനിയേലച്ഛൻ്റെ കൂടിയായിരുന്നു വചന ശുശ്രൂഷ. അപ്പം എറണാകുളത്ത് മോറിയ ധ്യാനകേന്ദ്രമുണ്ട്, മലങ്കരക്കാരുടെ ധ്യാനകേന്ദ്രമാണ്. അവിടെ മാസത്തിൽ ഒരു ഞായറാഴ്ച അവിടെ ധ്യാനം നടക്കും, ഒറ്റ ഞായറാഴ്ച. അത് വൈകിട്ട് 5:30 തൊട്ട് 9 വരെയുള്ള സമയമാണ്. എന്ന് പറഞ്ഞാൽ ആളുകൾ തിങ്ങിക്കൂടുന്ന ധ്യാനം. നമ്മളൊക്കെ യൂട്യൂബ് ആളുകളാണല്ലോ. അപ്പൊ പിന്നെ യൂട്യൂബിലുള്ള ആളുള്ളൂ, യൂട്യൂബില്ലാത്ത, ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേ, യൂട്യൂബിൽ കാണാത്ത ബ്രദറിന്റെ ധ്യാനത്തിന് പോയ അനുഭവം. അപ്പൊ യൂട്യൂബിലുള്ള ധ്യാനത്തിലാണെങ്കിലോ മറച്ചാളാണ്. അപ്പൊ അതുപോലെ ട്രാഫിക്കൊക്കെ നിയന്ത്രിക്കാനെന്ന ആളാണ്. അതുപോലെ ധ്യാനത്തിന്റെ തിരക്ക് ആൾക്കാർ. അപ്പോൾ അന്ന് രാവിലെ ഇതാ ദാനിയേലച്ഛൻ വിളിച്ചിരിക്കുന്നു, എനിക്ക് ഭയങ്കര പനിയാണ്, അതുകൊണ്ട് നീ പൊക്കോണം എന്നോട് പറഞ്ഞു. എൻ്റെ കർത്താവേ, എനിക്ക് ഇപ്പം ഞാൻ അച്ഛൻ്റെ കൂടെ പോകും, ആളുകൾക്ക് എന്നെ അറിയാം. ഞാനൊരു 5 മിനിറ്റ് ടോക്ക് പറയും, എന്നിട്ട് ജസ്റ്റ് ഒരു പിന്നെ ആളുകൾ കൗൺസിലിംഗ് കൊടുക്കും. അതാണ് എൻ്റെ രീതി, അല്ലാതെ ഞാൻ മുഴുവൻ എടുക്കാറില്ല. അച്ഛൻ പിന്നെ അച്ഛൻ, ഞാൻ ചോദിച്ചാൽ അച്ഛൻ ഞാനോ? കാരണം ആൾക്കാർ ആരെ പ്രതീക്ഷിച്ച വരുന്നത്? ദാനിയേലച്ഛനെ. അപ്പം ഞാൻ അവിടെ ചെന്നെത്തി എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അച്ഛൻ പറഞ്ഞു, നീ പൊക്കോ, കർത്താവ് പറഞ്ഞിട്ടാണ്, ഞാൻ പ്രാർത്ഥിച്ചോളാം, ഞാൻ പോവുകയാണ്. എനിക്ക് ഭയങ്കര വിഷമവും സങ്കടം, എന്ത് പറയണം ആളുകളുടെ അവസ്ഥ. കാരണം എറണാകുളത്തെല്ലാം വലിയ വിദ്യന്മാരും വലിയ ഉദ്യോഗസ്ഥരും ഒക്കെയാണ് വരുന്നത്. എല്ലാവരും ഇങ്ങനെ കണ്ണാടിയെ നോക്കിയിരിക്കുന്ന പോലെ നമ്മളെ നോക്കൂ. ടെൻഷനും സങ്കടവും. ഞാൻ ചെല്ലുമ്പോൾ കയറി ചെല്ലാൻ പോലും ഇടയില്ല. ആ കോർഡിനേറ്റേഴ്സിന് അവർ പറഞ്ഞു, അച്ഛൻ ഇന്ന് വരില്ല, പകരം ആര്? ഞാൻ വരും. ഇവരാളുകളെ അറിയിച്ചിട്ടേ ഇല്ല, ഒരാളോടും പറഞ്ഞിട്ടില്ല, സിസ്റ്ററാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ആളുകൾ കയറി വന്നുകൊണ്ടിരിക്കണം, ഒത്തിരി ആൾക്കാർ. അപ്പം നോർമലി ഒരു ധ്യാനത്തിന് മുമ്പ് ആളുകൾ വരുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഇന്ന് പക്ഷെ എനിക്ക് ആരും വരരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ല പ്രയോജനമുണ്ടോ? അകത്ത് കയറി ചെന്നപ്പോൾ പോകുന്ന വയ്ക്കുമ്പോൾ അച്ഛാ, ഒരച്ഛനെ വിടണം. അപ്പൊ നോർമലി ആളുകൾക്ക് സിസ്റ്റേഴ്സിനേക്കാൾ താല്പര്യം അച്ഛന്മാരോടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരച്ഛനെ വിടണം. അച്ഛൻ പറഞ്ഞു, എന്നാൽ സാരമില്ല, നോക്കട്ടെ, ഏതൊരു അച്ഛനെ വിടാം. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ, ആ അച്ഛനോട് എത്ര മണിക്കൂർ വേണേലും പ്രസംഗിച്ചോളാം, പറയണം, ഞാൻ ഇവിടെ മുട്ടുകുത്തിയാക്കാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ അച്ഛൻ പറഞ്ഞു, അത് പറ്റില്ല, 45 മിനിറ്റ് ബാക്കി നീ ചെയ്യണം. എനിക്ക് ടെൻഷനായി ചെന്നപ്പോഴേ അച്ഛൻ വന്നു. ഞാൻ പറഞ്ഞു, അച്ഛാ, അച്ഛൻ്റെ പരിശുദ്ധാത്മാവ് എപ്പോൾ പറയുന്നോ അപ്പോഴല്ലാതെ ഇറങ്ങി വരേണ്ടതില്ല, ഞാൻ ഇവിടെ മുട്ടുകുത്തിക്കോളാന്ന് പറഞ്ഞു. ഞാൻ മുട്ടുകുത്തി കൈ വിരിച്ച് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ചില്ല് പോലിരിക്കുന്ന ഒരു സ്ഥലത്താണ് എന്നെ ഇരുത്തിയിരിക്കും. ഞാൻ നോക്കുമ്പോൾ ആളുകളെല്ലാം ആകാംക്ഷയോടെ അരപ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ അച്ഛൻ കയറി, അച്ഛൻ സ്തുതിപ്പിച്ചു, പിന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി. 1/2 മണിക്കൂറായി. ആളുകൾ ഒരു ഞെരുക്കമൊക്കെ ഞാൻ കാണുന്നുണ്ട്, ആരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും അച്ഛൻ എന്ത് ചെയ്യുന്ന വാതിൽക്കലോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലേറ്റ് ആകും എന്നുള്ള ചിന്തിച്ചുകൊണ്ടിരിക്കും. 1/2 മണിക്കൂർ കഴിഞ്ഞു, 45 മിനിറ്റ് കഴിഞ്ഞു,
10 പേരിറങ്ങിപ്പോയി. ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കുവാണ്. 20 പേരിറങ്ങിപ്പോയി, 50 പേരിറങ്ങിപ്പോയി, 100 പേരിറങ്ങിപ്പോയി, 150 പേരിറങ്ങിപ്പോയി. ഇനി ഞാനാണ് കയറാൻ പോകുന്നത്. 150 പേര് കഴിഞ്ഞു. 250 പേരായപ്പോഴേക്കും അച്ഛൻ പ്രസംഗം നിർത്തി. ഇനി ആര് മൈക്കെടുക്കണം? ഞാൻ. എൻ്റെ പരിശുദ്ധാത്മാവേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഞാൻ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ചിട്ടില്ല. എന്തിനാ പ്രാർത്ഥിച്ചെന്നറിയോ? ഞാൻ കയറുമ്പം പാട്ടുകാരൻ പോൾസൺ ചേട്ടനും ഞാനും മാത്രമേ കാണുള്ളൂ. അത് താങ്ങാനുള്ള കൃപ എനിക്ക് തരണം. ആ ഒറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ, വേറെ ഒരു പ്രാർത്ഥന എനിക്കില്ല. പിന്നെ ഞാൻ അങ്ങ് കയറി നിന്നു. ഞാൻ പറഞ്ഞു, പോൾസൺ ബദറെ ഒരു 3-4 പാട്ട് പാടിക്കൊള്ളുക, ഞാൻ കണ്ണടയ്ക്കാൻ പോവാണ്. ഞാൻ കയറി കണ്ണടച്ചാൽ പൊക്കോട്ടെ, എല്ലാവരും പൊക്കോട്ടെ. പോൾസൺ ബദർ തകർത്ത് പാടുവാണ്. ഞാനൊരു വചനം വായിച്ചു. പിന്നെ ഞാൻ കണ്ണടച്ചു സ്തുതിക്കുവാണ്. ഇപ്പൊ ഞാൻ കയറുന്ന ഒരു വചനം, ഇന്ന് വചനം ഏത് സ്ഥലത്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, നീ എൻ്റെ കൂടെ ഉണ്ടാകണം. എനിക്ക് ഈശോ വചനം തന്ന ഇതാണ്: പ്രായാധിക്യമല്ല, ദൈവത്തിന്റെ ജ്ഞാനമാണ് ഒരുവന് ജ്ഞാനം വെക്കുന്നത്. അതാണ് ഈശോ എനിക്ക് തന്ന വചനം. ഞാനിങ്ങനെ ചങ്ക് പൊട്ടി കരയുന്നൊരവസ്ഥയാണ്. പ്രധാനമന്ത്രി വരാത്തപ്പോൾ നമ്മളെ കേൾക്കാത്ത അവസ്ഥയാണ്. അതാണ് എൻ്റെ അവസ്ഥ. ഞാൻ കണ്ണടച്ചു സ്തുതിച്ചു, പ്രാർത്ഥിക്കാണ്. 1/2 മണിക്കൂർ സ്തുതിച്ചു. നീ കണ്ണ് തുറന്നേക്കാം, വേറെ രക്ഷയില്ല. ഇനി ഉണ്ടല്ലോ 1.5 മണിക്കൂർ ശുശ്രൂഷയുണ്ട്. കണ്ണ് തുറക്കുമ്പം ഒരാള് പോലും അവിടെ നീന്നിട്ടിട്ടില്ല. എല്ലാവരും ഹോള് നിറഞ്ഞിരിക്കുകയാണ്. ഇത് യൂട്യൂബിൽ, ഫേസ്ബുക്കിലുണ്ട്, യൂട്യൂബിലെല്ലാം ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും എന്നോട് ഒത്തിരി പേര് വിളിച്ചു പറയും, സിസ്റ്റർ അന്ന് ചെയ്ത പോലെ ശുശ്രൂഷ ഞങ്ങൾ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല. ദൈവത്തിന് ഇന്ന് പറയുമ്പോൾ പോലെ എൻ്റെ ശരീരം മുഴുവൻ കുളിരുക. അത്രമാത്രം പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇറങ്ങി വന്ന് എന്നെ പൊത്തിപ്പിടിച്ച് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആത്മാവേ, എനിക്കറിയത്തില്ലെന്ന് മാത്രമേ ഞാനൊന്ന് പറഞ്ഞുള്ളൂ. പ്രിയപ്പെട്ടവരെ, ധ്യാനം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വരുക. ചെറുപ്പക്കാരൻ വരുന്നത് അമൃത ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിന്റെ അടുത്തെന്നാ വരുന്നത്. അവൻ പറഞ്ഞു, സിസ്റ്ററെ, ഡാനിയലച്ചനെ കണ്ട് എൻ്റെ കൊച്ചിന്റെ വെന്റിലേറ്റർ 7 ദിവസമായി കൊച്ച് ഉണ്ടായിട്ട് 1.5 മാസമായിട്ടുള്ളൂ. കൊച്ചി മരണത്തോട് മല്ലടിക്കുക. ഇത്രയും നാളായിട്ടും കൊച്ചി വെന്റിലേറ്ററിലാണ്. ഒപ്പം ഇന്ന് ഡോക്ടർ പറഞ്ഞു, ഇനി കൊച്ചിന് ഹോപ്പൊന്നുമില്ല, വെന്റിലേറ്റർ മാറ്റണം. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, അവരൊരു ധ്യാനം നടക്കുവാണ്. അച്ഛനെ ചെന്ന് കണ്ട് അച്ഛനോടെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് വന്ന് ഞാൻ ഈ വെന്റിലേറ്റർ മാറ്റാൻ പെർമിഷൻ തരാം. ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അതിനാ വന്നേ, സിസ്റ്ററിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഞാൻ നിനക്കൊരു വചനം തരും. എസെക്കിയേൽ 37, 8, 9, 10, 11, 12. ജീവശാസ്ത്രമേ, നീ 4 വായ്ക്കളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാരുടെ മേൽ വീശുക, ഇവർക്ക് ജീവനുണ്ടാവട്ടെ. ഇതാണ് വചനം, കർത്താവിന്റെ വചനമാണ്. ഞാൻ പറഞ്ഞു, നിനക്ക് പറ്റും, ഇന്ന് എഴുതിയെടുത്തോ. ഞാൻ എഴുതിയെടുത്തു. നിനക്ക് പറ്റുമെങ്കിൽ ഇന്ന് രാത്രി വെന്റിലേറ്ററിന്റെ മുൻപിൽ നീയും നിന്റെ ഭാര്യയും മുട്ടുകുത്തണം. എത്ര തവണ ഈ വചനം പറയാൻ പറ്റുമോ അത്ര തവണ നീ പറയണം. ഇത് അവനോട് ഞാൻ പറഞ്ഞോളൂ, വേറെ ഒന്നും എനിക്ക് അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, അവൻ പോയി പിറ്റേ ദിവസം കോളേജിൽ ചെന്നു. ഉച്ചയായപ്പോഴേക്കും എന്നെ കോളേജ് ഓഫീസിൽ നിന്ന് വിളിപ്പിക്കുവാണ്. ഞാൻ ചെല്ലുന്നു. ഒരു ചേച്ചി, BSNL ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ചേച്ചി ഓടി വന്നു. വരാന്തൽ എൻ്റെ കാലിലോട്ട് കെട്ടിപ്പിടിച്ച് കൊട്ടിക്കരയുകയാണ്. ചേച്ചി, എന്നാ ചേച്ചി, എന്നാ സംഭവം? സിസ്റ്ററെ, ഇന്നലെ മോറിയ ധ്യാനകത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ് ഞാൻ വീട്ടിലിരുന്ന് യൂട്യൂബിലൂടെ ലൈവ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് സിസ്റ്ററോട് എനിക്കൊരു സന്ദേശം തന്നു. 6 വർഷമായി എൻ്റെ കൊച്ചിന്റെ ജോലി മുടങ്ങിക്കിടന്നത്. രാത്രി 12 മണിക്ക് മെയിലില് എൻ്റെ കൊച്ചിന് എബ്രോഡില് ജോലി ശരിയായെന്ന് മെയിൽ വന്നിരിക്കുക. ആ മെയിലിന്റെ കോപ്പിയായിട്ട് ഞാനിപ്പോ സിസ്റ്ററിനെ കാണാൻ ഇവിടെ വന്നിരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ആ ദിവസത്തിന്റെ അത്ഭുതങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ അറിയത്തില്ല. ഒരു കാര്യം എനിക്കറിയാം, ഞാനോ നീയോ അല്ല പറയുന്നത്, പിന്നെ ആരാണ്? പരിശുദ്ധാത്മാവാണ്. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കും. പ്രിയപ്പെട്ട മക്കളെ, വചനം പറയാൻ, ശുശ്രൂഷ ചെയ്യാൻ, സുവിശേഷം പറയാൻ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ 2 കരങ്ങളും ഉയർത്തിക്കേ. കർത്താവേ, എനിക്കൊന്നും അറിയത്തില്ല ഈശോയെ, എനിക്കൊന്നും അറിയത്തില്ല. നിന്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം. ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, സ്തുതിച്ചേ, എല്ലാ മക്കളും സ്തുതിച്ചേ. എനിക്കറിയത്തില്ലപ്പാ, നിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ബലഹീനതയിൽ പ്രാർത്ഥനാപരമായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, നിറയണേ, 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 നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന.
സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സർവശക്തന്റെ വെളിപ്പെടുത്തലുകൾ, സർവശക്തന്റെ അത്ഭുതങ്ങള് ഇന്ന് ഈ ആലയത്തിൽ നടത്തപ്പെടുവാൻ കർത്താവിന്റെ ആത്മാവേ, കർത്താവിന്റെ ആത്മാവേ, വലിയ നിശബ്ദതയിലേക്ക് നമുക്ക് വരണം. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ. വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയും: എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. പ്രിയപ്പെട്ട മക്കളെ, ഈ 3 ദിനത്തിൽ നമ്മൾ ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ അവന്റെ തിരുവചനങ്ങൾ കേട്ട് അവന്റെ ദിവ്യകാരുണ്യം ഭക്ഷിച്ച് അവനെ ആരാധിച്ച് നമ്മൾ ഈശോയുടെ സന്നിധിയിലായിരിക്കും. സ്നേഹത്തിന്റെ ഒരു ആത്മാവിന്റെ അഭിഷേകമാണ് നമ്മൾ ആദ്യം തൊട്ട് ഈശോട് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ആയിരിക്കുമ്പോൾ എല്ലാ മക്കളും പ്രാർത്ഥിക്കണം, കർത്താവേ, സ്നേഹത്തിന്റെ വലിയൊരു അഭിഷേകം നീ എനിക്ക് തരണേ. ഇത് എന്റെ ഒരു ആഗ്രഹമാണ് കർത്താവേ. ഈ ഒരു ഫലം എന്നിൽ സമർത്ഥമായി വരുവാൻ ഒത്തിരി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയെ. ഈശോയുടെ ഹൃദയം തുറന്ന് ഈശോ നമുക്ക് വേണ്ടി തന്നു. മുഴുവൻ സ്നേഹത്തിന്റെ അഗ്നി ജ്വലിക്കുന്ന ഒരു ഹൃദയമാണ്. നമുക്കെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ അവസ്ഥകളും, സ്നേഹം കുറഞ്ഞു പോകും, സ്നേഹിക്കാൻ പറ്റുന്നു ഒക്കെ ഈശോയുടെ ഹൃദയത്തിലേക്ക് വെക്കും. ഈ അഭിഷേക ആരാധനയിൽ നീ ബോധപൂർവ്വം ചോദിക്കേണ്ടത്, കർത്താവേ, എനിക്ക് സ്നേഹത്തിന്റെ അഭിഷേകം തരണേ എന്ന് പ്രാർത്ഥിക്കണം. നിന്റെ ഹൃദയത്തിന്റെ ഒന്നാമത്തെ പ്രാർത്ഥനയാണ്, ഈശോ എനിക്കത് തരണേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നമ്മൾ ചോദിച്ചു പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത്, കൈവെപ്പ് പ്രാർത്ഥനയിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുന്ന ഈ സമയത്ത്, നമ്മൾ ഇന്നലെ സംസാരിച്ചത് ഒരിക്കൽ കൂടി നമ്മുടെ ഉള്ളിലേക്ക് നമുക്കൊന്ന് നോക്കാം. എന്തെങ്കിലും കരടുകള്, എന്തെങ്കിലും കുറവുകള് ചിന്തയിലോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഈശോയെ അവരോട് ക്ഷമിക്കണേ അമ്മ. ഒന്നുള്ളിലേക്ക് നമുക്ക് ചോദിക്കും. കണ്ണീരായിരിക്കും ഒക്കെ നമുക്ക് ചിലപ്പോ ചില കുറവുകൾ, നമ്മുടേതായ സ്വാർത്ഥപരമായ ചില തീരുമാനം. ഈശോയെ എനിക്ക് മാപ്പ് തരണം, എന്റെ കർത്താവെ എനിക്ക് മാപ്പ് തരണം. ഒന്നിനും എനിക്ക് യോഗ്യതയില്ല ഈശോയെ. കർത്താവെ, നിന്റെ വലിയ സ്നേഹം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈശോയെ ഒന്ന് ഒത്തിരി സ്നേഹിച്ച എല്ലാ മക്കളും, എന്റെ കർത്താവെ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഈശോയെ. ഒരുപാട് എന്റെ ജീവിതത്തിന്റെ എല്ലാം തന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവെ. ഒരു സ്വാർത്ഥ ലാഭങ്ങളും ഇല്ലാതെ ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്. എല്ലാ നിയമങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് നിന്റെ ദൈവത്തെ നീ സ്നേഹിച്ച് ഈശോയെ നിനക്ക് വേണമെന്നോർത്ത് നീ സ്നേഹിക്കണം. ഈശോയെ വേണം നിനക്ക്, ഈശോ ഇല്ലാതെ നിനക്ക് പറ്റില്ല. സ്നേഹിക്കുന്നേ ഈശോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നേ. ദിനവും യേശുവിന്റെ കൂടെ ഇരിക്കാനുള്ള കൊതിയോടെ ഈശോയെ സ്നേഹിക്കുന്നേ ഈശോയെ. പിരിയാൻ കഴിയില്ല കർത്താവേ എനിക്ക് നിന്നെ. എലീശ എലിയായോട് പറഞ്ഞതുപോലെ മക്കളെ ഈശോട്, ഈശോ എനിക്ക് നിന്നെ പിരിയാൻ കഴിയില്ല കർത്താവേ. ഒരിക്കലും പിരിയാനാവാത്ത സ്നേഹത്തിന്റെ അഭിഷേകം കർത്താവേ എനിക്ക് തരണേ ഈശോയെ. സ്നേഹിക്കുന്ന ഈശോയെ, സ്നേഹത്തിന്റെ വലിയ അഭിഷേകം മക്കളെ ഈശോയെ ചേർത്ത് പിടിക്കും. ഈശോയുടെ ഹൃദയത്തോട് യോഹന്നാൻ ചേർന്ന് കിടന്നത് പോലെ ചേർന്ന് കിടന്നിട്ട് പറയണം, കർത്താവേ ഒരിക്കലും എനിക്ക് നിന്നെ പിരിയാൻ കഴിയില്ല ഈശോയെ. സ്നേഹിക്കുന്നതിനല്ല, ദിനവും യേശുവിന്റെ കൂടെ ആയിരിക്കാം, യേശുവിന്റെ ചാരത്തിരിക്കാനുള്ള കൊതി നിന്റെ മനസ്സ്, നിന്റെ ശരീരം, നിന്റെ ആത്മാവ്. ഒരുപക്ഷെ നീ ഒത്തിരി അധ്വാനിക്കുന്ന വ്യക്തിയാണ്. വിഷ്ണുക്ക് നിന്റെ ഹൃദയം നിറച്ച് ഈശോയെ സ്നേഹിക്കണം. കർത്താവേ, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു ഈശോ പത്രോസിനോട് ചോദിച്ച പത്രോസ് പറഞ്ഞില്ലേ, കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ട്. സ്നേഹമാണ് അവനെ അത് പറയിപ്പിച്ചത്. പ്രിയപ്പെട്ടവർ, സ്നേഹമില്ലാത്തവരെല്ലാം ഈശോയെ വിട്ടിട്ട് പോയി.
ഇതാ ദിവ്യകാരുണ്യമാകുന്ന സ്നേഹത്തിന്റെ തീക്കട്ടയ്ക്ക് മുൻപിൽ ഞാൻ നിങ്ങൾ നിൽക്കുമ്പോ കർത്താവേ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഈശോയെ. എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിന്റെ എല്ലാം തന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവിനോട് പറയും, കർത്താവേ, എന്റെ സർവവും നീ എടുത്തുകൊണ്ടു, എനിക്ക് നിന്നെ മതി. എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിച്ചു, ഈശോ എനിക്കുള്ളതെല്ലാം നീ എടുക്കും, പക്ഷെ എനിക്ക് നിന്നെ വേണം, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. എല്ലാ മക്കളും പറയട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളിയോ മക്കളെ എന്റെ ഈശോയ്ക്ക് കൊടുത്തു, ഈശോ എടുത്തോളാം, എനിക്ക് നിന്നെ വേണം ഈശോ. എന്റെ ജോലി ഈശോ എടുത്തോട്ടെ, പക്ഷെ എനിക്ക് ഈശോയെ വേണം. ഈശോ ഇല്ലാതെ ഒരു നഷ്ടവും സഹിക്കാൻ എനിക്ക് പറ്റില്ലെന്ന് ഈശോ എടുക്കാം. ഈശോ എന്റെ സർവ്വവും നീ എടുത്തു ഈശോയെ, പക്ഷെ എനിക്ക് നിന്നെ വേണം. കർത്താവേ, എന്റെ ആരോഗ്യം ഞാൻ നിനക്ക് തരുക, ഈശോയുടെ സ്വരം നിനക്ക് തരുക, എന്റെ സൗന്ദര്യം ഈശോ നിനക്ക് തരുക, എനിക്കുള്ളതെല്ലാം എന്റെ സമ്പത്ത് ഈശോ നിനക്ക് തരുക, എന്റെ സർവ്വവും തരുക, എനിക്ക് നിന്നെ വേണം. ഐ ലവ് യു ഈശോ, സ്നേഹിക്കുന്നു. എല്ലാവരും ചെന്ന് പഠിക്കേ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ, അങ്ങേയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ, അങ്ങേയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്റെ യേശുനാഥാ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്റെ യേശുനാഥാ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സങ്കേതവും നീ എന്റെ കോട്ടയും, നീ എന്റെ കാണനാഥൻ, നീ എന്റെ എന്റെ സങ്കേതവും നീ എന്റെ
എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ. എന്നിന്നുടൻ ജീവകാലമെല്ലാം തെളിച്ചിടും ഞാൻ സർവ്വവുമായി അടിയനിതാ. അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ. അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ. അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ. ഈശോയുടെ വലിയ അഭിഷേകത്തിന്റെ കയ്യൊപ്പിലേക്ക് പ്രവേശിക്കുന്ന ഒരുക്കം പ്രാർത്ഥനയിലേക്ക് നമ്മൾ കയറുകയാണ്. ഈ അവസരത്തില് നമ്മളെല്ലാ ബന്ധനങ്ങളെ തകർത്തെറിയുന്ന ഒരു പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. വലതുകരം ഉയർത്തി ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തിയാൽ, ഈശോയുടെ കുരിശിന്റെ അടയാളത്തിൽ എല്ലാ നാരകീയ ശക്തികളെയോ പൈശാചിക സാന്നിധ്യങ്ങളെയോ ഞാൻ ബന്ധിക്കുന്നു. നാരകീയ ശക്തികളെ, അന്ധകാര ശക്തികളെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എന്നെയും എന്റെ കുടുംബത്തെയും വിട്ടുപോവുക. നിത്യ നരകാഗ്നിയിലേക്ക് പോവുക. ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന് ഈശോയുടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന് ഈശോയുടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, എല്ലാ അന്ധകാര ശക്തികളോ മലാഖിനാലോ ഞാൻ പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ ചവിട്ടി താഴ്ത്തും. അവർ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെയായിരിക്കും. രണ്ട് കർത്താവായ കർത്താവായ യേശു തന്റെ വാഴ്ന്ന വിശ്വാസം കൊണ്ട് സാത്താനെ നിഷ്പ്രഭമാക്കുമെന്ന് അരുളിച്ചെയ്ത കർത്താവേ, എല്ലാ അന്ധകാര ശക്തികളോ എല്ലാ കെട്ടുപാടുകളോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതി, സ്തുതി, ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി. സാത്താനെ തകർത്തെറിയുന്ന വിശുദ്ധ മിഖായേലിന്റെ പ്രാർത്ഥന ഒരു തവണ കരങ്ങൾ വിരിച്ചു പിടിച്ചുറക്ക ചൊല്ലി പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, വലിയ ശക്തികളോടായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളാണ്
സംരക്ഷകനായി വിളങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ജീവനായിരിക്കുന്ന തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാന രാജാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയോട് ചെയ്യാതിരിക്കട്ടെ. കരുണ ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതായി വേഗം ജനങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാം അഭിയന്ത പിതാവ് നമ്മളോട് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കൾ, ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒത്തിരി വിശ്വാസത്തോടെ കണ്ണുകളടച്ച് കരകൾ കൂട്ടിപ്പിടിച്ച് ഹൃദയവും മനസ്സും ആത്മാവും ശരീരമെല്ലാം കൊടുത്ത് നമുക്ക് പ്രാർത്ഥനയോട് പങ്കുചേരാം. നമ്മള് വചനം കേട്ട് വചനത്തിന് ആമേൻ പറയുന്നു. ആ വചനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറുന്നു. ഈശോയുടെ നാമത്തിൽ നമുക്ക് പങ്കാളിത്തം ഉണ്ടാവുന്നു. യോസേഫിന് മാമോദിസായ്ക്ക് ശേഷം സഭ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഓരോരുത്തരും എന്നോട് പറയുക. പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഗാനം പാടിക്കൊണ്ട് സഭയുടെ വലിയ കൂട്ടായ്മയിൽ നമുക്ക് ആയിരിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് നമുക്കറിയാം. ഭവനം മുഴുവൻ ശബ്ദം നിറയുന്നുണ്ട്, വചനം നിറയുന്നുണ്ട്. അതുപോലെ തന്നെ നാവ് ഓരോ വ്യക്തിയുടെയും മേല് ഈ നാവായിട്ട് ഒന്നു ഈ ശബ്ദ വചനം നിറയാനായിട്ട്, ഊഹ നിറയാനായിട്ട് വിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിലെ മധ്യസ്ഥതയിൽ, വിശുദ്ധാവിൻ്റെ സർവീശ്വര മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കാരണം ആലപിച്ചുകൊണ്ട് ഈ അഭിഷേകം ഉണ്ടാകാനായിട്ട് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമുക്കെല്ലാം മുട്ടുകുത്തും. അഭിയന്റെ പിതാവ് നമ്മുടെ ശിരസില് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. തിമോഥെയോസിനോട് പറയുന്നുണ്ട്, എന്റെ കൈവെപ്പ് വഴി നിനക്ക് ലഭിച്ച ആ അഭിഷേകത്തെ ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. എത്ര അഭിഷേകത്തിൽ അഭിയന്റെ പിതാവ് നമ്മുടെ ശിരസില് കരങ്ങൾ വയ്ക്കുമ്പോൾ സഭയാണ് നമ്മളെ അഭിഷേകം ചെയ്യുക. വിശുദ്ധ ശൈലലേപനത്തിലൂടെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ വലിയ പ്രവർത്തനം ഉജ്ജ്വലിക്കപ്പെടുവാനാണ് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ അവസരത്തില്
നമുക്കെല്ലാം ഈ സമയം അഭിയുന്ന പിതാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ശക്തമായ അഭിഷേകത്തിന്റെ നിറവ് ഈ സമയത്ത് പിതാവിന് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ രൂപതയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ തക്കവിധത്തിലുള്ള വലിയ അഭിഷേകം കർത്താവേ, അങ്ങയുടെ പദ്ധതിയുടെ ഭാഗമായി മാറുന്ന വലിയ അഭിഷേകം ഈശോയെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ശിരസ്സുകളിൽ പിതാവ് കൈവയ്ക്കുമ്പോ സ്വർഗത്തിന്റെ മുഴുവൻ കൃപയും ഞങ്ങൾക്ക് ലഭിക്കാൻ തക്ക വിധത്തിൽ അങ്ങ് പിതാവിനെ അഭിഷേകം ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മക്കളെ, നമുക്കെല്ലാം നമ്മുടെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിന് കൊടുക്കാം. ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, അത്രമാത്രം ശക്തിയോടെ എന്നിൽ ആവസിക്കാവോ, അത്രമാത്രം ശക്തിയോടെ എന്നിൽ ആവസിക്കണമേ. ഞാൻ അങ്ങയുടെ നാഥാത്മാവേ, എന്നെ പൂർണ്ണമായും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്റെ പരിശുദ്ധാത്മാവേ, എന്നെ പരിപൂർണമായി അവരിൽ ഏറ്റെടുക്കണമേ. എന്റെ ശരീരം, എന്റെ മനസ്സ്, എന്റെ ബുദ്ധി, എന്റെ ചിന്തകൾ, എല്ലാ തലങ്ങളിലേക്കും ആത്മാവേ അവരിൽ അഭിഷേകം ചെയ്യണമേ. പിതാവ് ഇപ്പോൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ അച്ഛനും ഷാനിച്ചേട്ടനും ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ ഗാനം പാടി പ്രാർത്ഥിക്കുകയാണ്. ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. ശക്തമായിട്ട് സ്തുതിക്കുക. വലിയ അഭിഷേകം നമുക്ക് കിട്ടാൻ നമ്മുടെ കണ്ണുകളൊന്നും തുറക്കുന്നില്ല. ഈശോയെ കൈവപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. ആ സമയത്ത് നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ശിരസ് മുതൽക്കാതെ വരെ സ്വർഗത്തിന്റെ വലിയൊരു അഭിഷേകം സഭ പന്തക്കുസ്താക്കിനാളിന് വേണ്ടി ഒരുങ്ങുമ്പോ ഈശോയെ എനിക്ക് തരണേ. ഈശോയെ എന്റെ ജീവിതത്തെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരണേ. ഈ സമയത്ത് ദർശന വരകൾ ഉണ്ടാവാം, പ്രവചന വരകൾ ഉണ്ടാവാം, ചിലപ്പോൾ മറുഭാഷകൾ ഉണ്ടാവാം. ആരെ ശ്രദ്ധിക്കണ്ട. ശക്തമായ സ്വരത്തിന് മടുപ്പ് കൂടാതെ സ്തുതിക്കാം, പാടാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധമാവേ, എന്റെ മുന്നിൽ പരിശുദ്ധമാവേ, എന്റെ മുന്നിൽ പരിശുദ്ധമാവേ, ഒരുക്കപ്പെട്ട നിലകളിലേക്ക് അങ്ങ് വന്നിറങ്ങണയാകണമേ. പുതിയ anointing, ലോക സൗഖ്യത്തിന്റെ അഭിഷേകം ഉണ്ടാവട്ടെ, പ്രവചന വരങ്ങൾ ഉണ്ടാവട്ടെ, പുതിയ ഭാഷകൾ സംസാരിക്കട്ടെ, കർത്താവേ ദർശന വരങ്ങൾ ഉണ്ടാവട്ടെ. ഈശോ ആത്മാവിന്റെ അഭിഷേകം, ഓ പ്രിയപ്പെട്ട പരിശുദ്ധമാവേ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. പാടി പ്രാർത്ഥിക്കുക. ആരെ ശ്രദ്ധിക്കുക. Yeah.
ശക്തി പകർന്നിടണേ.
വിളിക്കുന്ന ആത്മാവേ കത്തിപ്പടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ എന്റെ ജീവിത തലങ്ങളിലേക്ക്, ജോലി മേഖലകളിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക് എല്ലാം എന്റെ പരിശുദ്ധാത്മാവേ അവിടുന്ന് കത്തിപ്പടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കത്തിപ്പടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ എല്ലാ മേഖലകളിൽ ആത്മാവെ അവിടുന്ന് ഏറ്റെടുക്കുന്ന ആത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ കൂട്ടാവണേ, ആത്മാവേ ഒരിക്കലും തിരിയാത്ത കൂട്ടാവണേ. ചോദിച്ചു പ്രാർത്ഥിച്ച് ബലഹീനതകളൊക്കെ പരിശുദ്ധാത്മാവിനെ കൊടുക്കെ, സ്വപ്നങ്ങളെ പരിശുദ്ധാത്മാവിനെ കൊടുക്കെ, ഇവിടെ മക്കളെ ദൈവരാജ്യ വേലയെ കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹത്തെ ഒന്ന് കൊടുത്തേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പ്രാണികൾ പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പ്രാണികൾ പറഞ്ഞു തരണേ പരിശുദ്ധാത്മാവേ. എന്റെ പരിശുദ്ധാത്മാവേ നമ്മുടെ കുടുംബത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരണേ പരിശുദ്ധാത്മാവേ. നമ്മുടെ ജോലി സ്ഥലത്ത് ഈശോയെ പ്രഘോഷിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരണേ പരിശുദ്ധാത്മാവേ. നമ്മുടെ രൂപതയിൽ കർത്താവിനെ പങ്കുവയ്ക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരണേ പരിശുദ്ധാത്മാവേ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച എല്ലാ മക്കളും പരിശുദ്ധാത്മാവോട് പറ, എനിക്ക് പറഞ്ഞു തരണേ, എനിക്ക് പറഞ്ഞു തരണം. നമ്മളെ ദർശനങ്ങൾ വരുന്ന സമയം ദർശനങ്ങൾ വരുന്നു. നിങ്ങൾ ദർശനങ്ങൾ തോന്നിക്കോ, വഴികൾ ഈശോ ഞങ്ങൾക്ക് വെട്ടി ഒരുക്കി തരും. ഈശോ കാണിച്ചു തരുന്നത് കർത്താവ് ഞങ്ങൾക്ക് നില ഒരുക്കി വിത്ത് കൈ കൊണ്ടുപോയി കൊടുക്കുന്നു. ഈശോ 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 നിർമ്മിക്കുന്ന വലിയ സാന്നിധ്യം ഈശോ ഈ ഉദാഹരണത്തിന്റെ കാര്യത്തിലേക്ക് ഈശോ പറയാം, വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ശുശ്രൂഷ ചെയ്യാൻ ഈശോട് ചോദിച്ച് എല്ലാ മക്കളും ചോദിച്ച് പ്രാർത്ഥിച്ച് കർത്താവേ കരുണ 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 ഈശോയെ കർത്താവേ കരുണ ബലവാദമേ പ്രാർത്ഥിക്കും. ഈശോയെ 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 ഈശോയുടെ എല്ലാ എല്ലാ അനുഗ്രഹങ്ങളും ദൈവമക്കളെ ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി ശക്തമായ അഭിഷേകം ഒരിക്കൽ കൂടി ഈശോട് ചോദിക്കും. രണ്ടു കരങ്ങൾ ഉയർത്തി നമ്മളെ കണ്ടതുപോലെ സാത്താൻ അസ്വസ്ഥമാക്കുന്ന വിശുദ്ധിയുടെ കൂടാരമായി എന്റെ കുടുംബം, എന്റെ മിഷൻ, എന്റെ രൂപത ഈ ദേശം മുഴുവൻ മാറപ്പെടുവാൻ ഈശോയെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ, സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ സ്തുതി ആരാധന സ്തുതി ആരാധന 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 ഹല്ലേലൂയ 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 ഈശോയെ സമയമല്ലോ ആത്മാവിൽ ഇറങ്ങണമേ, പോലെ ഇറങ്ങണമേ, ആത്മാവായി വരണമേ, ആത്മനവിയായി ഒഴുകണമേ, ഈ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കാറ്റായി വീശണമേ, ആത്മനവിയായി ഒഴുകണമേ. ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അതിനോട് പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിയുടെ താഴയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിക്കുക.